30 വർഷം ഇടതുപക്ഷം മുനിസിപ്പാലിറ്റി നിരന്തരം ഭരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അതിനു മുമ്പ് പഞ്ചായത്തായ കാലത്തും ഇടതുപക്ഷം തന്നെയാണ്. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ് ഈ പെരിന്തൽമണ്ണ നഗരസഭ UDF ഭരിക്കുമെന്നുള്ളത്. തദ്ദേശപ്പോരിൽ ഇന്ന് പെരിന്തൽമണ്ണ നഗരസഭയിൽ 5ാം വാർഡിലെ സ്ഥാനാർത്ഥി മൻസൂർ നച്ചീലിനൊപ്പമാണ്. നേരത്തെ 33ാം വാർഡ് അത് UDFന്റെ സ്വാധീന മേഖല പിടിച്ചെടുത്ത ഒരു എന്താ പറയാ പെരിന്തൽമണ്ണയുടെ ഒരു ആവേശം വിതറുന്ന, എല്ലാവർക്കും പ്രോത്സാഹനം നൽകുന്ന ഒരു ഉജ്ജ്വലനായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. CPMന്റെ പ്രത്യേകിച്ച് ഇടതുപക്ഷത്ത് യുവമുഖങ്ങൾക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയും. അത് ചെറുപ്പക്കാരെ, യുവാക്കൾ, എല്ലാവരും അങ്ങനെ സ്വാധീനിക്കാനും കൂടി കഴിയുന്ന ഒരു വ്യക്തിയാണ് മൻസൂർ നച്ചീൽ. 5ാം വാർഡിലെ മത്സരം നല്ല കടുത്ത മത്സരം തന്നെയാണ് നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലായത്. പെരിന്തൽമണ്ണ നഗരസഭ 3 പതിറ്റാണ്ടിലേറെ കാലമായി LDFന്റെ ഉരുക്കുകോട്ടയാണ്. ഈ ഉരുക്കുകോട്ട ഇത്തവണ പൊളിക്കുമെന്നാണ് UDF പറയുന്നത്, പിടിച്ചെടുക്കുമെന്ന് പറയുന്നു. അപ്പൊ LDFന്റെ നേതാക്കളോട് പലരോടും ചോദിച്ചപ്പോൾ UDFകാർക്ക് സ്വപ്നം കാണാൻ അവകാശമുണ്ട്, നിഷേധിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. മൻസൂർ നച്ചീൽ, നിങ്ങൾ ഈ വാർഡിലെ 33ാം വാർഡായാലും ഈ നാട്ടിൽ നടത്തിയ കുറെ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ല, അതിന്റെ തുടർച്ചയായിട്ട് ജനങ്ങൾ നിങ്ങളെ തന്നെ വീണ്ടും കൗൺസിലറായി തിരഞ്ഞെടുക്കുമെന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ലേ? ജനങ്ങളുടെ പ്രതികരണം എന്താണ്? തീർച്ചയായും നല്ല പ്രതികരണമാണ് ജനങ്ങളുടെ. പിന്നെ ഞങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ആദ്യം പറയാനുള്ളത് 30 വർഷം ഇടതുപക്ഷം മുനിസിപ്പാലിറ്റി നിരന്തരം ഭരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അതിനു മുമ്പ് പഞ്ചായത്തായ കാലത്തും ഇടതുപക്ഷം തന്നെയാണ്. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ് ഈ പെരിന്തൽമണ്ണ നഗരസഭ UDF ഭരിക്കുമെന്നുള്ളത്. ഒന്ന്. പിന്നെ 33ാം വാർഡിലാണ് ഇതിന്റെ തൊട്ട വാർഡായ 33ാം വാർഡും 4ാം വാർഡും ഇടതുപക്ഷം ആണ് ഇപ്പോൾ തുടർച്ചയായിട്ട് നിന്നുകൊണ്ടിരിക്കുന്നത്. 33ാം വാർഡ് ഇന്നുവരെ ഇടതുപക്ഷം ജയിക്കാത്തൊരു വാർഡാണ്. 40 വർഷത്തോളമായി UDFന്റെ കയ്യിലുണ്ടായിരുന്ന വാർഡാണ്. ഒരു തവണ ഉരുക്കുകോട്ട എന്ന് പറയുന്നത് 600ഓളം വോട്ട് പോളിയിൽ 164 വോട്ടുകളോളം ഭൂരിപക്ഷത്തിലാണ് ഇവിടുത്തെ ജനം പിന്നെ തെരഞ്ഞെടുത്തിട്ടുള്ളത്, ഇടതുപക്ഷത്തെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽ കുറച്ചും കൂടി മാറ്റം വന്ന് LDFന്റെ ശക്തി കേന്ദ്രം കൂടി കൂടിച്ചേർന്നാണ് ഇപ്പത്തെ വാർഡ്. ഈ ടൈറ്റാണ് എന്നുള്ളത് ആർക്കാണ് ടൈറ്റ് എന്നുള്ള ഉദ്ദേശിച്ചിട്ടില്ല. എനിക്ക് എന്തായാലും ഇവിടെ ടൈറ്റ് അല്ല. എന്റെ പ്രസ്ഥാനത്തിലൂടെ ഒരു ടൈറ്റും ടൈറ്റ് എന്നല്ല, UDF പ്രവർത്തകർ പറയുന്നത് നല്ല മത്സരമാണ് എന്നാണ് പറയുന്നത്. അവർക്ക് അങ്ങനെ പറയാൻ അവകാശമില്ലെന്ന് പറയാൻ പറ്റും. അല്ല, അവകാശം ആരും നിശ്ചയിക്കും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, മലർപ്പൊടിക്കാരുടെ സ്വപ്നം അത് സ്വപ്നമായിട്ട് തന്നെ തുടരും. അതിലൊന്നും തർക്കമില്ല. ഇവിടെ കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾ ഇറങ്ങിച്ചല്ലോ. ഇവിടുത്തെ വികസന കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ചർച്ച ചെയ്യല്ലേ. മതവും ജാതിയും മറ്റു കാര്യങ്ങളും ഒന്നും അല്ല ചർച്ച ചെയ്യാല്ലേ. ഞങ്ങൾക്ക് ചർച്ച ചെയ്യില്ല, വികസന കാര്യങ്ങൾ മാത്രമാണ്. ഇപ്പോ 40 വർഷത്തോളമായിട്ട് നിങ്ങൾക്ക് പോയാൽ കാണാം, സ്ലാബ് അവിടെ മൗലാന ഡ്രെയിനേജിന്റെ മുകളിൽ 20 ലക്ഷം രൂപ മുടക്കി ഡ്രെയിനേജിന്റെ തുടക്കം കുറിച്ച് കഴിഞ്ഞു. അതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടണം എന്ന് പറയുന്നത്. 40 വർഷത്തോളമായിട്ട് കിടക്കുന്ന ഒരു ഭാഗം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി അവിടുന്ന് തുടർച്ചയായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഈ വലിയങ്ങാടി ഭാഗത്ത് നിങ്ങൾ പ്രധാനമായിട്ടും നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ഇപ്പോൾ നേരത്തെ ഒരു LDF പ്രവർത്തകൻ എന്നോട് പറയുകയുണ്ടായി, മൻസൂർ നച്ചീറിലാണെങ്കിൽ അദ്ദേഹം ചെയ്തത് തന്നെ ഒരുപാട് വിരൽ എണ്ണാത്തത്രയും ഉണ്ടാകും എന്ന് പറയുകയുണ്ട്. ഇവിടെ തന്നെയുള്ള ഒരു പ്രവർത്തകനാണ്, ഞാൻ അവിടെ വെച്ച് കണ്ടപ്പോൾ. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഡ്രെയിനേജ് അത് ഓക്കെ തുടങ്ങി വെച്ചു. നിങ്ങൾ ചെയ്തത് ഇപ്പൊ ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ചെയ്തത് ഒരെണ്ണം പറഞ്ഞു, കുറച്ചുകൂടി ഏതെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അത് നമ്മുടെ മൻസൂർക്ക് കുറേയും കൂടി ചെയ്തിട്ടുണ്ടെന്ന് പറയാനോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അതിലൊന്ന് എടുത്തു പറയല്ലോ. ഒന്ന് 1927 നമ്മള് മുത്തശ്ശി കിണർ ഇവിടെ ഉള്ളത്. അത് 100ഓളം വർഷം പഴക്കമുള്ള മുത്തശ്ശി കിണർ കേരളത്തിൽ മറ്റേ അവാർഡ് വാങ്ങിയതാണ്. ജില്ലയിൽ 1ാം നമ്പറായിട്ട് നമ്മള് പറഞ്ഞു. മനസ്സിലായി, നമ്മൾ അന്ന് വാർത്ത ചെയ്തതാണ്. അപ്പൊ ജബ്ബാറൊക്കെ അത് തീർച്ചയായിട്ടും അറിയാം. അതൊന്ന് നമ്മള് മറ്റേ നഗരസഭയുടെ ഭാഗമല്ലാതെ തന്നെ പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ അത് പ്രവർത്തനം നടപ്പിലാക്കിയത്. അതൊന്ന്. രണ്ടാമത് ഞാൻ പറഞ്ഞു സ്ലേബ്. മൂന്നാമത് പറയുന്നത് സ്കൂൾ റോഡ്, നമ്മളെ GMLP സ്കൂൾ കക്കൂത്ത് റോഡ്. അത് നിരന്തരം കുഴികൾ വന്നിരുന്നു. ഏത് കാലത്തും ഡാറിട്ട് കുഴികൾ തീർക്കാനും ഒരു ടൈമിൽ തന്നെ 3ഓ 4ഓ തവണ ഡാറിന്റെ അവസ്ഥയായിരുന്നു. പക്ഷെ ഞാൻ വന്നതിന് ശേഷം ഘട്ടം ഘട്ടമായിട്ട് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. കോൺക്രീറ്റ് ആക്കി, ഡാറ് മുഴുവാക്കി കോൺക്രീറ്റ് ആക്കി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെയുള്ള ഒരു പ്രദേശമാണ് ഷെഫിയ മിൽ റോഡ്. ഷെഫിയ മിൽ റോഡ് എല്ലാവർക്കും അറിയാം, കൂടുതൽ കുടിവെള്ള ക്ഷാമല്ലേ പ്രദേശത്തിലെ വെള്ളം സപ്ലൈ ചെയ്യുന്ന സ്ഥലമാണ് അത്. 2 കിണറിൽ നിന്ന് നിരന്തരം വെള്ളം സപ്ലൈ ചെയ്യുന്ന, അതായത് നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ അറിയാം. അങ്ങനെ ഒരു പ്രദേശത്ത് എങ്ങനെ ഡാറിട്ടാലും നിൽക്കാത്തൊരു പ്രദേശമായിരുന്നു. അതിപ്പോ ഒരു കുഴി പോലും ഇല്ലാതെ അവിടെ കോൺക്രീറ്റ് ചെയ്ത് നല്ലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളെ വീനസ് റോഡ് മുതൽ മുട്ടങ്ങൽ
വരെയുള്ള പ്രദേശം, മുട്ടിങ്ങൽ വരെയുള്ള പ്രദേശം. അതിൽ ഒരു ഭാഗമാണ് എൻ്റെ വാർഡ് വരുന്നത്, 2 വാർഡുകളായിട്ടാണ് ആ ഭാഗം വരുന്നത്. ആ റോഡും ആണ് അവസാനമായിട്ട് കൂടി ഉണ്ടായിരുന്നത്, അതും അടച്ചു കഴിഞ്ഞു. വലിയങ്ങാടിയിൽ 33-ാം വാർഡിലാണെങ്കിൽ, പഴയ 4-ാം വാർഡിലാണെങ്കിലും, ഈ 2 വാർഡ് കൂടെ ഇപ്പോഴത്തെ 5-ാം വാർഡിലാണെങ്കിൽ ഒരു കുഴി കാണിച്ചെന്നിട്ട് വികസനമില്ല എന്ന് പറയാൻ കഴിയില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യം പാർട്ടിക്ക് ഞങ്ങൾ പ്രസ്ഥാനത്ത് വേണ്ടത്, എനിക്ക് വേണ്ടതും വികസനത്തിന്റെ വോട്ടും ഇവിടുന്ന് അങ്ങോട്ട് തുടർ വികസനം ഇതുവരെ ഇല്ല മാതിരിയല്ല. 5 വർഷത്തെ വികസനം കണ്ടിട്ട് അതിനുള്ള വോട്ടാണ് നമുക്ക് ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ യുവജനങ്ങളുടെ കാര്യങ്ങളിലൊക്കെ വളരെ പ്രയാസമാണ്. ഇത് നിരന്തരം UDF വാർഡായതുകൊണ്ട് ഒന്നും വേണ്ട, ഇത് എങ്ങനെ ആര് വന്നു നിന്നാലും ജയിക്കും എന്നുള്ള രൂപത്തിലുള്ള വാർഡായിരുന്നു. പ്രാദേശികമായിട്ട് ആരെയും പരിഗണിക്കലില്ല. അങ്ങനത്തെ ഒരു പ്രദേശത്താണ് ഇപ്പോ കോട്ട പിടിച്ചടക്കിയത്. കോട്ട പൊളിച്ചതല്ല, കോട്ട പൊളിക്കാൻ ഉണ്ടായ കാരണം ജനങ്ങൾ തീരുമാനിച്ചതാണ്. ആ ജനങ്ങളൊന്നും തിരിച്ച് തീരുമാനിച്ചിട്ടില്ല. കാരണം ഞാൻ കഴിഞ്ഞ ഇലക്ഷന് ജയിച്ചതല്ല, അതിനുശേഷം നിയമസഭാ ഇലക്ഷനാണ്, പാർലമെന്റ് ഇലക്ഷനാണ്, ഇതൊക്കെ LDF ഇവിടെ മുന്നോട്ട് തന്നെ പോയിട്ടുള്ളൂ. എന്റെ ബൂത്തിൽ ബാക്കിലേക്ക് പോയിട്ടില്ല. 103 വോട്ട് ലീഡാണ് KP മുസ്തഫ മത്സരിച്ച സമയത്തും. അപ്പൊ അതുകൊണ്ട് LDFന്റെ കൂടെയാണ് ജനങ്ങൾ നിന്നിട്ടുള്ളത്. ഇപ്പോഴും അതിൽ ഒരു തർക്കമല്ല. ജനങ്ങൾ വികസനത്തിന്റെ കൂടെയാണ്. അതിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തന്നെ വോട്ട് കിട്ടിയിട്ടാണ് ഞാൻ ജയിച്ചിട്ടുള്ളത്. അതിനെല്ലാവരോടും നന്ദി എന്ന് പറയുന്നതാണ്. അതേപോലെ തന്നെ ഇനിയും ആ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ വോട്ടുകൾ കിട്ടും. പല ഭാഗങ്ങളിലും കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങൾ അത് പെരിന്തൽമണ്ണയില് പരിസരത്തൊക്കെ കുറെ കാലമായിട്ടുണ്ടായിരുന്നു. അപ്പോ പെരിന്തൽമണ്ണ നഗരസഭയെ ചുറ്റുവട്ടത്തും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്ന വലിയൊരു പദ്ധതി, ഒരു 90 കോടി രൂപയുടെ 90 കോടിയുടെ മുകളിൽ ഒരു പദ്ധതി, രാമൻചാടി കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. അപ്പൊ അതിൽ നിന്നുള്ള കണക്ഷനൊക്കെ ഇവിടെ എല്ലാവർക്കും സൗജന്യമായി കൊടുത്തു കാണുമല്ലോ. അങ്ങനെ ഇപ്പൊ കുടിവെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കാനുള്ള ഇടപെടൽ താങ്കളിൽ നിന്നുണ്ടായിട്ടുണ്ടാവും. അതിൽ 33-ാം വാർഡിൽ കുടിവെള്ള പ്രശ്നം ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. 13 കണക്ഷനേ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. മറ്റു വാർഡുകളിലാണ് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നെ 4-ാം വാർഡിലാണ് 4-ാം വാർഡിന്റെ പ്രദേശത്താണ് കുറച്ച് ആവശ്യം ഉണ്ടായത്. എല്ലാ ഭാഗത്തും അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും 4-ാം വാർഡിലും 33-ാം വാർഡിലും നമ്മൾ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ കമ്മീഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എല്ലായിടത്തും കുടിവെള്ള പദ്ധതി 100% എത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വീണ്ടും പുതിയ അപേക്ഷകൾ ഉണ്ടെങ്കിൽ അതും അടുത്ത കൗൺസിലിൽ പരിഗണിക്കാൻ സംവിധാനം ഉണ്ടാക്കും. നമുക്കിപ്പോൾ 3000 കണക്ഷൻ ഏകദേശം അടുത്തേക്ക് എത്തിയിട്ടുള്ളൂ നഗരസഭ മൊത്തത്തിൽ. അതിന് ബാക്കി വരുന്ന കണക്ഷനുകൾ കൂടി കൊടുക്കാൻ തയ്യാറുമാണ്. ഇപ്പോൾ വന്ന അപേക്ഷകൾ മുഴുവൻ, പേപ്പറുകൾ ക്ലിയർ ആയ അപേക്ഷകൾ മുഴുവൻ പരിഗണിച്ചിട്ടുണ്ട്. 2 ഈ സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത കേരളം പെൻഷൻ വർദ്ധിപ്പിച്ചത്, സ്ത്രീകൾക്ക് പെൻഷൻ പ്രഖ്യാപിച്ചത്, ഇതൊക്കെ സ്വപ്നതുല്യമായ കുറെ ഇടപെടലുകൾ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഇടപെടലുകളാണ്. ഒരു സർക്കാർ ജനങ്ങളെ ചേർത്ത് പിടിക്കുക എന്ന് തന്നെ പറയേണ്ടുന്ന ഇടപെടലുകളാണ്. അതൊക്കെ നിങ്ങൾക്ക് ജനങ്ങളെ ഏറെ സ്വാധീനിക്കുന്ന ഒരു കാര്യമല്ലേ? അതിനെക്കുറിച്ച് ജനങ്ങൾ എങ്ങനെ അക്കാര്യത്തിലൊക്കെ, കാരണം ഈ പാവപ്പെട്ടവരായാലും സാധാരണക്കാര്, വീട്ടിലിരിക്കുന്ന വയോധികര്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ മാസം മാസം മരുന്നിന് അല്ലെങ്കിൽ അവർക്ക് സ്വന്തം പോക്കറ്റിലേക്ക് കുറച്ച് പണം വരുന്നു, എപ്പോഴും മക്കളെ ആശ്രയിക്കണ്ട. അങ്ങനെ ഒരു സംഭവത്തില് ഈ വോട്ടർമാരുടെ പ്രതികരണം എന്താണ്? 68 ലക്ഷത്തോളം ആളുകൾക്കാണ് കേരള സർക്കാർ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 129 ആളുകൾക്ക് എന്റെ വാർഡിൽ, 33-ാം വാർഡിൽ, നിലവിലുള്ള വാർഡിൽ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഒരാൾ പോലും 60 വയസ്സ് കഴിഞ്ഞ ആൾക്ക് പെൻഷൻ കൊടുക്കാൻ ആ വാർഡിൽ ബാലൻസ് ഇല്ല. അത് സമയക്രമമായിട്ട് സമയമാകുമ്പോഴൊക്കെ അത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അതിന്റെ പ്രതികരണം നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല. ഓരോ ആളുകളെ മുഖത്ത് നോക്കുമ്പോൾ അതിന്റെ മാറ്റങ്ങൾ കാണാം. 600 രൂപ പെൻഷനിലായത് 18 മാസം കൊടുക്കാൻ പറ്റാത്തവരാണോ? ഇന്നലെ വരെയുള്ള പെൻഷൻ കുടിശ്ശിക അടക്കം തീർത്തു കൊടുത്ത സർക്കാരാണോ ജനങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് ജനങ്ങൾ തന്നെ പറയും. അത് ഈ വോട്ടെടുപ്പിൽ തെളിയും. കാരണം 2000 ആക്കിയപ്പോൾ കോടതി പോയ ആളുകളാണ്. 2000 ഇപ്പൊ കൊടുക്കരുതേ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ആളുകൾ സാധാരണക്കാരന് കിട്ടരുത് എന്ന് പറഞ്ഞ് കോടതി പോവും. ആ കോടതി പോയ ആളുകളാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ കൂടുതലൊന്നും ഞാൻ ആരെയും കുറിച്ച് വിമർശിക്കണില്ല. എല്ലാ കാര്യത്തിലും കൊടുക്കരുതേ, ചെയ്യരുതേ, ലൈഫ് മിഷൻ നിർത്തപ്പെടും. ഇവിടെ എൻ്റെ വാർഡിൽ തന്നെ ആവശ്യപ്പെട്ടവർക്കൊക്കെ വീട് കൊടുത്തിട്ട് എന്നുള്ള രൂപത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മുൻകാലത്തും കൊടുത്തിട്ടുണ്ട്, അല്ല എന്ന് പറയില്ലേ. അത് ഇടതുപക്ഷ സർക്കാരിന്റെ നയമാണ്. എല്ലാവർക്കും വീട്, എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും വെള്ളം. 5 ലക്ഷത്തോളം വീടുകൾ 10 കൊല്ലത്തിനുള്ളിൽ കൊടുത്ത ഒരു സർക്കാരും ഇന്ത്യയിൽ ഉണ്ടാവില്ല. അത് കേരള സർക്കാർ മാത്രം ലൈഫ് മിഷനിൽ. ഇപ്പൊ ഇവിടെയും ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ അപേക്ഷകർ വന്നിട്ടുണ്ട്. ഇപ്പൊ 2 അപേക്ഷകളാണ് ഇതിന്റെ വാർഡിൽ പരിഗണിക്കാവുന്നത്. അതിന്റെ കാരണം, വ്യക്തമായ കാരണമുണ്ട്. അവർ സ്ഥലം വാങ്ങിയത് മറ്റ് പഞ്ചായത്തുകളിലായി പോയി എന്നുള്ളൊരു പ്രയാസം നമുക്കുണ്ട്. പക്ഷെ അത് പാസ്സായിട്ടുണ്ട്. ആ ഫണ്ടും നമ്മൾ വെച്ചിട്ടുണ്ട്. പാസ്സായതുമാണ് അവരെ
എഗ്രിമെന്റ് വെക്കാൻ നേരത്താണ് സ്ഥലം കിടക്കുന്നത് അങ്ങാടിപ്പുറം പഞ്ചായത്തിലാണ് എന്നുള്ളത്. മറ്റു പഞ്ചായത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക എന്നല്ലാതെ ഫണ്ട് ട്രാൻസ്ഫറേഷൻ സർക്കാർ അനുവദിക്കുന്നില്ല. ലൈഫ് മിഷൻ അത് അനുവദിക്കുന്നില്ലാത്തതുകൊണ്ട് മാത്രമാണ് ആ കുടുംബത്തിന്. പക്ഷെ അവർ ഏത് സമയത്തും പെരിന്തൽമണ്ണ നഗരസഭയിൽ സ്ഥലം വാങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്ഥലം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും മൂലയിൽ സ്ഥലം ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ വീടും കൂടി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകും. ഞാൻ അവസാനം ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. 100% ഇവിടുന്ന് വിജയിച്ച് നഗരസഭാ കാര്യാലയത്തിലേക്ക് പോകാൻ കഴിയുന്ന ഉറച്ച ആത്മവിശ്വാസം? 100 അല്ല 101% വിജയപ്രതീക്ഷ ആത്മവിശ്വാസമുണ്ട്. തീർച്ചയായും. ഏതായാലും 101% വിജയപ്രതീക്ഷയാണ് മൻസൂർ ലച്ചിയിലുള്ളത്. പിന്നെ ആരെ വാഴിക്കണം ആരെ വാഴിക്കേണ്ടത് തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിലും ഒക്കെ നടത്തിയിട്ടുള്ള മൻസൂർ ലച്ചിയെ നാട്ടുകാർ തെരഞ്ഞെടുക്കുമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള പ്രവർത്തകരും അദ്ദേഹവും ആത്മവിശ്വാസത്തിലാണ്. ആരെ തെരഞ്ഞെടുക്കണം, മൻസൂറിനെയാണോ തെരഞ്ഞെടുക്കേണ്ടത്, ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് ആശംസിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ആര് വേണം ജനപ്രതിനിധിയാണ് ആയിട്ട് എന്ന് ഈ വാർഡിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. ആരെ വാഴിക്കണമെന്നും ജനം തീരുമാനിക്കട്ടെ എന്ന് എനിക്ക് പറയാൻ സാധിക്കൂ. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10 പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.